സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായു ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 2-ാം മന്ത്രം. യഥാ ലേലായതേ ഹ്യർച്ചി സമിദ്ധേ ഹവ്യവാഹനേ തദാജ്യ ഭാഗാവന്തരേണാഹൂതി പ്രതിപാദയേത്. യഥാ എപ്പോൾ സമിദ്ധേ സമിദ്ധമായ നല്ലവണ്ണം ജ്വലിച്ച ഹവ്യവാഹനെ ഹവ്യവാഹനിൽ അതായത് അഗ്നിയിൽ അർച്ചിസ് ജ്വാല ലേലായത്തെ ചലിക്കുന്നുവോ തഥാ അപ്പോൾ ആജ്യഭാഗോ അന്തരേണ ആജ്യഭാഗങ്ങളുടെ മധ്യത്തിൽ ആവാപസ്ഥാനത്തിൽ എന്നർത്ഥം ആഹുതികളെ പ്രതിപാദിക്കണം, ദേവതയെ ഉദ്ദേശിച്ചു പ്രക്ഷേപിക്കണം എന്ന് അർത്ഥം. എല്ലാ കർമ്മങ്ങളിലും പ്രഥമമായതുകൊണ്ട് ആദ്യമായി അഗ്നിഹോത്രത്തെ തന്നെ കാണിക്കുവാനായി പറയുന്നു. ചമത ഇട്ട് നല്ലവണ്ണം ജ്വലിച്ച അഗ്നിയിൽ ജ്വാല മുകളിലോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ജ്വാലയിൽ ആജ്യഭാഗങ്ങൾക്കു രണ്ടിനും മധ്യത്തിലുള്ള ആവാപസ്ഥാനത്തിൽ ദേവതയെ ഉദ്ദേശിച്ച് ആഹുതികളെ പ്രക്ഷേപിക്കണം, ആഹുതികളെ അതിൽ ഇടണം. ആവഹനീയാഗ്നിയുടെ ദക്ഷിണോത്തര പാർശ്വങ്ങളിൽ അഗ്നയെ സ്വാഹ, സോമായ സ്വാഹ എന്നിങ്ങനെ ദർശമെന്നും പൂർണ്ണമാസമെന്നും പറയുന്ന 2 ആജ്യാഹുതികൾ അഗ്നിശോമന്മാർക്കായി യജിക്കപ്പെടാറുണ്ട്. അവയുടെ മധ്യത്തിന് ആവാപസ്ഥാനം എന്ന് പേര്. അവിടെയാണ് മറ്റ് യാഗങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അഗ്നിഹോത്ര ആഹുതികൾ 2 പ്രസിദ്ധമാണ്. സൂര്യായ സ്വാഹ പ്രജാപതയെ സ്വാഹ എന്ന് രാവിലെയും അഗ്നയെ സ്വാഹ പ്രജാപതയെ സ്വാഹ എന്ന് വൈകുന്നേരവും. അങ്ങനെ ഇരിക്കെ അഗ്നിഹോത്രത്തെപ്പറ്റി പറയുന്ന സന്ദർഭത്തിൽ ആഹുതി എന്ന് ബഹുവചനം പ്രയോഗിച്ചത് ശരിയായില്ല എന്നൊരു സംശയമുണ്ടാകാം. എന്നാൽ പല ദിവസങ്ങളിലെ ആഹുതികളെ ഉദ്ദേശിച്ചാണ് ബഹുവചനം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുവചന പ്രയോഗത്തിൽ തെറ്റില്ല. ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ആഹുതികൾ ചെയ്യുകയും മറ്റും ചെയ്യണമെന്നുള്ള നിർബന്ധമുള്ള കർമ്മമാർഗമാണ് ലോകപ്രാപ്തിക്കുള്ള വഴി. അത് ശരിയായി അനുഷ്ഠിക്കുക എന്നത് ദുഷ്കരമാണ്. പിഴകളോ മറ്റ് തെറ്റുകളോ പറ്റുകയും ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കർമ്മത്തിലും പ്രഥമമായ അഗ്നിഹോത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. എങ്ങനെയാണ് അഗ്നിയിൽ ഈ അഗ്നിക്ക് കൊടുക്കേണ്ട എല്ലാ ആജ്ഞങ്ങളും ആ ഭാഗങ്ങളെല്ലാം എവിടെ ഹോമിക്കണം എന്നും എവിടെ സമർപ്പിക്കണം എന്നും അതെങ്ങനെ സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്.